നമ്മുടെ കർത്താവിൻ്റെ ശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവ്വശക്തനായ ദൈവം ജീവിതത്തിൽ അനുവദിച്ച വിലപ്പെട്ട സമയത്ത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായം 5, 6, 7 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഭഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. യോസഫിന്റെ മകനായ മനുഷ്യരുടെ കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരുവനായിരുന്നു സെലോഭഹാദ്. തന്റെ പുത്രിമാരായിരുന്ന മഹള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ ഒരപേക്ഷ സമർപ്പിക്കുന്ന ഭാഗമാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തങ്ങളുടെ പിതാവിനോട് ബന്ധപ്പെട്ട് പിതാവിൽ സംഭവിച്ചൊരു തെറ്റ് ദൈവസന്നിധിയിൽ അവർ ഏറ്റുപറയുകയാണ്. തങ്ങളുടെ പിതാവ് എപ്രകാരമാണ് മരിച്ചെന്ന് അവർ സഭയുടെ മുമ്പാകെ അറിയിക്കുന്നൊരു ഭാഗവും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കോരഹപുത്രന്മാരുടെ കൂടെയുള്ളവരുടെ കൂട്ടത്തിലല്ല താൻ മരിച്ചത്. തൻ്റെ സ്വന്തം പാപത്താൽ അത്ര താൻ മരിച്ചെന്ന് ആമേ സഹോദരിമാർ അല്ലെങ്കിൽ പെൺമക്കൾ സർവ്വസഭയുടെ മുമ്പാകെ ഓർപ്പിക്കുകയാണ്. മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കുടുംബത്തിൽ പ്രത്യേക തങ്ങളുടെ പിതാവിൽ സംഭവിച്ച തെറ്റ് മറയ്ക്കപ്പെടേണ്ടിടത്ത് മറയ്ക്കാതെ സർവ്വസഭയുടെ മുമ്പാകെ അവർ ഏറ്റുപറയുന്നതായിട്ട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മോടുള്ള ബന്ധത്തിലും നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന കാര്യമാണല്ലോ ഇത്. ദൈവസന്നിധിയിൽ ഒരപേക്ഷ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു യാചന സമർപ്പിക്കുന്ന സമയങ്ങളിൽ ക്രമീകരണങ്ങൾ പ്രാപിക്കേണ്ട ഇടങ്ങളിൽ ക്രമീകരണത്തോടെ ദൈവത്തിലേക്ക് അടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ സഹോദരിമാരുടെ അപേക്ഷ എന്നതെന്തെന്നാൽ തങ്ങളുടെ പിതാവിന് മകൻ ഇല്ലായിരുന്നത് കൊണ്ട്, തൻ്റെ പേർ കുടുംബത്തിൽ നിന്നും ഇല്ലാതാകുന്നത് കൊണ്ട് അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ തങ്ങൾക്കൊരവകാശം നൽകണമെന്ന് സർവ്വസഭയുടെയും മോശയുടെയും മുമ്പാകെ ഈ സഹോദരിമാർ അപേക്ഷ നൽകുകയാണ്. മോശ ഇത് കേട്ടപ്പോൾ അല്പം പ്രയാസമുള്ള കാര്യമാകൊണ്ടും ഉചിതമായ തീരുമാനമെടുക്കുവാൻ അധികം പ്രയാസമായതിനാലും ഏറ്റവും ഒരു നല്ല തീരുമാനം ലഭിക്കുന്നത് ദൈവസന്നിധിയിലാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും സെലോഭഹാദിന്റെ പുത്രിമാരുടെ അപേക്ഷ ദൈവമുമ്പാകെ വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം മോശയോട് അരുളി ചെയ്യുന്നതാണ്. അവർ പറയുന്നത് ശരി തന്നെ എന്ന് മോശയോട് ദൈവം പറയുകയാണ്. മാത്രമല്ല, അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരവകാശം കൊടുക്കണം. അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കുകയും വേണമെന്ന് മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ്. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയായ കാര്യമാണെന്ന് നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ സാധാരണഗതിയിൽ ആ സമയങ്ങളിൽ അപ്പൻ്റെ അവകാശം കൊടുത്തിരുന്നത് ആൺമക്കൾക്കല്ല, പെൺമക്കൾക്കാണ്. ഇവിടെ അപ്പൻ്റെ അവകാശം വാങ്ങാൻ ഒരു ആൺമകൻ ഇല്ലാത്തത് കൊണ്ട് പെൺമക്കൾ അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, അവർ പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. ഒരു കാര്യം വചനത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ, നമ്മുടെ അപേക്ഷയ്ക്ക് സ്വർഗം അംഗീകാരം നൽകിയാൽ ആ അംഗീകാരത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ ആ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടോ അവിടുത്തെ അവസ്ഥയോട് ബന്ധപ്പെട്ടോ നടക്കത്തില്ലാത്തതോ നടപ്പിലാക്കാൻ പറ്റില്ലാത്തതായ കാര്യമാണെങ്കിലും സ്വർഗം നമ്മുടെ അപേക്ഷയ്ക്ക് അംഗീകാരം നൽകിയാൽ ആ അംഗീകാരത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. വചനത്തിൻ്റെ പിൻബലത്തിൽ ഒരു ദൂതായി ഞാൻ എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, നമ്മുടെ ന്യായമായ ചില അപേക്ഷകൾക്ക് ദൈവം അംഗീകാരം നൽകുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഇങ്ങനെയാണ്, അപ്പൻ്റെ സഹോദരന്മാരുടെ നടുവിൽ അവരുടെ അവകാശം അവർക്ക് ലഭിച്ചു എന്നത്. സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ അപ്പൻ്റെ അവകാശം ലഭിക്കേണ്ടതിന് സ്വർഗം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അംഗീകരിക്കുകയും
അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് ദൈവജനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. ഈ വചന കേൾവിയുടെ മുമ്പാകെ ആയിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ന്യായമായ ചില അപേക്ഷകൾക്ക് സ്വർഗം അംഗീകരിച്ച് തക്കതായ ചില മറുപടികളെ നൽകി തരാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നിശ്ചയമായും അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ആകയാൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ക്രമീകരണങ്ങളോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാമല്ലോ നമ്മുടെ അപേക്ഷകളെയും സ്വർഗം അംഗീകരിച്ച് ചില മറുപടികൾ ദൈവഭാഗത്ത് നിന്ന് ദൈവം നൽകി തരാൻ പോകുകയാണ്. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.